ബാലയുടെ പ്രതികരണമെല്ലാം തന്നെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. ഇപ്പോൾ ബാല എന്ത് പ്രതികരിച്ചാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. അത്തരത്തിലൊരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബാല അതിരാവിലെ ഭാര്യയുമായി അമ്പലത്തിലെത്തി. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ ബാലയെ വളഞ്ഞു. എന്നിട്ട് ബാലയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിനെല്ലാം തന്നെ വളരെ സമാധാനത്തോടെ അദ്ദേഹം മറുപടിയും നൽകി. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരുകൾ തന്നെ എപ്പോഴും വലിച്ചെടുക്കപ്പെടാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവസാനം ഒരു വിശേഷ വാർത്തയെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരാൾ വരുന്നുണ്ടടാ, ഞങ്ങളുടെ കൂടെ ഒരാൾ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടി കാറിനുള്ളിലേക്ക് കയറുകയായിരുന്നു. ഒരാൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാലയും കോകിലയും എന്നാണ് ഈ വാക്കുകളിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൾ വരുന്നുണ്ടടാ, നോക്കിക്കോ, അവൻ ഉടനെ എത്തും. അവൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എല്ലാ സന്തോഷവും അറിയിക്കും. ഇതാണ് ബാല ഇതിനു മുൻപും പറഞ്ഞത്. എൻ്റെ കോടികളുടെ സ്വത്തിന് അവകാശി വരാൻ പോവുകയാണെന്ന് ബാല പറഞ്ഞു. അതോടൊപ്പം കോട്ടയത്ത് താമസം മാറിയതിന് കാരണവും ബാല വ്യക്തമാക്കുന്നു. കോട്ടയത്ത് കുറച്ചുകൂടി സമാധാന അന്തരീക്ഷമാണ്. ഇവിടെ നല്ല ജനങ്ങളാണ് കുറച്ചുകൂടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കുറച്ച് സമാധാനം ഇവിടെ ലഭിക്കും. കൊച്ചിയിലാണെങ്കിൽ പലരും പല രീതിയിലാണ് ഞങ്ങളോട് പ്രതികരിക്കുക. എല്ലാവരും ഞങ്ങൾ തെറ്റുകാരനാണെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അത് സഹിക്കാനാകുന്നില്ല. എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടും എൻ്റെ തെറ്റ് മാത്രം നിങ്ങൾ എടുത്തു പറയുന്നു. അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി മാറുകയാണിത്. ബാലയെക്കുറിച്ചുള്ള പ്രതികരണമൊക്കെ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ വരുന്ന ഒരു പ്രതികരണമാണ്. ബാലയും കോകിലയും ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബാലയും കോകിലയും എത്തുകയും കോകില ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രതികരിക്കുകയും ചെയ്യുകയാണ്. ആൺകുട്ടിയായിരിക്കുമെന്നാണ് ബാലയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ബാലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഞങ്ങളുടെ ആൾ പുറകെ വരുന്നുണ്ടടാ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വീഡിയോ അവസാനിക്കാറാകുമ്പോഴാണ് ബാല ഇതിനെക്കുറിച്ച് പറയുന്നത്. ബാലച്ചേട്ട, എന്താണ് പുതിയ കല്യാണം കഴിഞ്ഞുള്ള വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നീ പൊക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു കളിച്ചു പോവുകയാണ്. വരുമടാ വരും, ഞങ്ങളുടെ ആള് വരുമടാ ഉടൻ എന്ന് പറയുന്നു. കൊച്ചിയിൽ നിന്നുള്ള വളരെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി സമാധാന ജീവിതം ഇപ്പോൾ ജീവിക്കുന്നത് പോലും കോകിലയ്ക്ക് വേണ്ടിയാണ് എന്ന് ബാല പറഞ്ഞു. കൊച്ചിയിലെ തിരക്കിലേക്കും അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കും ഞാൻ പോകുന്നില്ല. അത് കോകിലയ്ക്കും ഇഷ്ടമല്ല. കോകിലയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ മലയാളികളെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുറച്ച് സമാധാനമുണ്ട്. ഇവിടുത്തെ ആളുകൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ കോകിലയ്ക്ക് കുറച്ചുകൂടി ഇവിടെ നിൽക്കാൻ സാധിക്കും. സമാധാനത്തോടെ നിൽക്കാം. പുഴയുടെയും വെള്ളത്തിൻ്റെയും അരികിലായതുകൊണ്ട് തന്നെ വളരെയധികം സമാധാന അന്തരീക്ഷമാണ് ആ വീട്ടിലുള്ളത്. കൊച്ചിയിലെ വീട് പോലെയല്ല. തീർച്ചയായും അതെനിക്ക് അവൾക്ക് ഉറപ്പ് നൽകാനാകുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതാണ് കോകിലയും ബാലയും. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അതിലൊരു സംശയവുമില്ല എന്ന് നമുക്ക് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.